45 തന്നെ ഉണ്ട്. ഫ്ലോറിലെ ടെമ്പറേച്ചർ 33.8 ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഫ്ലോറിലെ ടെമ്പറേച്ചറിനായിട്ടും 1 ഡിഗ്രി മാത്രമാണ് റൂഫിംഗ് ഷീറ്റിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചറിന് വ്യത്യാസമുള്ളൂ. 120 ഡിഗ്രി മുതൽ -40 ഡിഗ്രി വരെ ഇത് ചൂടിനെ തണുപ്പിനെ കടത്തിവിടുന്നില്ല. വെള്ളത്തിലിട്ട് നോക്കിക്കോളൂ, ഒന്നും സംഭവിക്കില്ല. ഇതിൻ്റെ സെൽഫ് ലൈഫ് വരുന്നത് 30 വർഷമാണ്. ഒഴിച്ചോ, ഫുള്ളായിട്ട് ഒഴിച്ചോ. ചേമ്പിലെ പോലെ ഉണ്ടല്ലോ അത്. നമുക്ക് ഇവിടെ കൈവയ്ക്കാം, ഒന്നും സംഭവിക്കില്ല. അതായത് ഇവിടെയുള്ള ചൂടിനെ ഇങ്ങോട്ട് കടത്തി. സിമ്പിളാണ് കട്ടിങ്ങിനാണ്. എവിടെ കട്ട് ചെയ്താലും ഒരേ ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണെന്നാണ്? നമുക്ക് 10 to 12 റുപ്പീസ് സ്ക്വയർ ഫീറ്റിന് വരുന്നുള്ളൂ. ഇത് നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ താഴെ നമ്മുടെ പർലിങ്ങിന്റെ മുകളിലായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ഫയർ റിട്ടാർഡന്റ് ആണ്. ഒന്ന് കൈവിട്ടോ, ഇത്രേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, പലരും പറയാറുണ്ട് വീടുകളിൽ ചൂട് സഹിക്കാൻ വയ്യ, ഇനി AC വെക്കണം, ചിലവ് കൂടുകയാണെന്നൊക്കെ. എന്നാൽ AC ഒന്നും ഇല്ലാതെ തന്നെ വീടിനെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ ചൂട് ഇല്ലാത്തൊരവസ്ഥ കൊണ്ടുവരാനുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത്. ഇൻസു ബോർഡും ഇൻസു ഷീറ്റും. നമ്മൾ വന്നിരിക്കുന്നത് സുപ്രീമിലാണ്, തൃശ്ശൂരാണ്. അടിപൊളിയായിട്ടുള്ള ചൂട് കുറയ്ക്കാനുള്ള 2 മെറ്റീരിയലുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. എൻ്റെ കൂടെ ജിബിൻ സാറും വർഗീസ് സാറാണ്. ഹായ്. ഹലോ. തൃശ്ശൂരാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ? സുപ്രീമിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് അവിടെ. സുപ്രീമിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. സുപ്രീമിൻ്റെ പൈപ്പ് ഉണ്ട്, സുപ്രീമിൻ്റെ ഫിറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ സുപ്രീം പെട്രോകെം എന്ന കമ്പനിയുടെ നമുക്ക് ഇൻസുബോർഡ് എന്നൊരു മെറ്റീരിയൽ ഉണ്ട്. അത് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അതുപോലെ തന്നെ സുപ്രീം ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ തന്നെ XLP എന്നൊരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ ഒടുനീളം സപ്ലൈ ചെയ്യുന്ന സുപ്രീമിൻ്റെ, സുപ്രീം അത്യാവശ്യം വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. ഏഷ്യയിൽ തന്നെ നമ്പർ 1 ബ്രാൻഡാണ് സുപ്രീം PVC പൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് മെയിനായിട്ട് അറിയണ്ടേ, നമ്മളെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കണ്ടേ ചൂട് കുറക്കാനുള്ള എന്തെങ്കിലും തന്ത്രം നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും, അതിനാണല്ലോ നമ്മളിവിടെ പരിചയപ്പെടുന്നത്. സുപ്രീമിന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല അല്ലേ? ഇല്ല. വലിയൊരു ഗോഡൗൺ തന്നെയാണല്ലോ ഇതിനകത്ത് മുഴുവനായിട്ട് ഈ 2 പ്രൊഡക്റ്റ് ആണോ? അതെ, നമ്മൾ മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ആണ്. സുപ്രീമിൻ്റെ സുപ്രീം പെട്രോകെം ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ഇൻസുബോർഡ് എന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ സുപ്രീം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ XLP അതുപോലെ തന്നെ എയർ ബബിൾ, ഈ 2 പ്രൊഡക്റ്റുമാണ് ചെയ്യുന്നത്. ശരിക്കും അതിനെ ഇൻസു ഷീൽഡ് എന്നും ഇൻസു റിഫ്ലക്ടർ എന്നുമാണ് കമ്പനി വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഈ കാണുന്ന ഈ റിഫ്ലക്ഷൻ. യെസ്, ഇത് അലുമിനിയം ഫോയിൽ ആണ്. ഇതിൽ നമുക്ക് XLP, ഇതാണ് കെമിക്കലി ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ എന്നൊരു പ്രൊഡക്റ്റ് വരുന്നത്. വിത്ത് അലുമിനിയം ഫോയിലാണ് ഇത് വരുന്നത്. സോ നമുക്ക് റേഡിയേഷൻ വഴിയുള്ള 2 തരം ഹീറ്റാണ് നമുക്ക് വരുന്നത്. ഒന്ന് റേഡിയേഷൻ വഴിയും 2 കണ്ടക്ഷൻ വഴിയുള്ളത്. റേഡിയേഷൻ വഴിയുള്ള ഹീറ്റിനെ ഇത് റിഫ്ലക്ട് ചെയ്ത് കളയുകയും കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റിനെ XLP ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ റൂഫിംഗ് ഷീറ്റിൻ്റെ താഴെ ഒട്ടും ചൂട് താഴേക്ക് വരാത്ത രീതിയിൽ, അതായത് തണലുള്ള മരത്തിൻ്റെ താഴെ എന്താണോ അതുപോലെ തന്നെ നമുക്കൊരു ടെമ്പറേച്ചർ നമുക്ക് റൂഫിംഗ് ഷീറ്റിൻ്റെ താഴെ നമുക്ക് ലഭിക്കും. ഓക്കെ, അതിനകത്ത് നമ്മളെ വ്യൂവേഴ്സിന് ഒരു സംശയം ഉണ്ടാകും. നമ്മളിപ്പോൾ 2 രീതിയിലുള്ള ഹീറ്റൊക്കെ പറഞ്ഞു, അത് സിമ്പിളായിട്ട് നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു തീയിൽ നിന്ന് വരുന്ന ഹീറ്റാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, നമുക്ക് അടുപ്പിന്റെ മുകളിൽ, അതായത് തീയുടെ മുകളിൽ കൈ വെക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും. അത് താഴെ തീ കത്തുകയാണെങ്കിൽ നമുക്ക് മുകളിൽ കൈ വെച്ചാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതിനെയാണ് നമുക്ക് റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് റൂഫിംഗ് ഷീറ്റിന്റെ താഴെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാതെ തന്നെ റൂഫിംഗ് ഷീറ്റിന്റെ താഴെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഹീറ്റ് അനുഭവപ്പെടും. അതാണ് റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ്. 2 കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റ്, അതാണ് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇൻഡക്ഷൻ കുക്കറാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുകളിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കറിന്റെ മുകളിൽ കൈ വെച്ചാൽ മാത്രമേ ഹീറ്റ് വരുള്ളൂ, എന്തിനും പാത്രം വെച്ചാൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അങ്ങനെ 2 തരത്തിലുള്ള ഹീറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റിനെയും റേഡിയേഷൻ വഴിയുള്ള ഹീറ്റിനെയും രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെറ്റീരിയൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നേരെ റൂഫിങ്ങിന്റെ താഴെ അല്ലേ? അതെ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വെള്ളം കടത്തി വിടും? ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ, വാട്ടർ പ്രൂഫാണ്. ഒട്ടും വെള്ളത്തിലിട്ട് നോക്കിക്കോളൂ, ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ സെൽഫ് ലൈഫ് വരുന്നത് 30 വർഷമാണ്. 30 വർഷം? യെസ്. നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ ലൈഫ് പോലും നമുക്ക് അത്രയും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ മെറ്റീരിയലിന്റെ ലൈഫ് നമുക്ക് 30 വർഷമാണ് കമ്പനി പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ മെറ്റീരിയൽ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? ഇതിന്റെ അകത്ത് കാരണം സിമ്പിളാണ് കട്ടിങ്ങിനാണ്. എവിടെ കട്ട് ചെയ്താലും ഒരേ ടെക്സ്ചർ തന്നെയാണ്, ഒരേ ഫില്ലിംഗ്, ഒരേ ഫിനിഷിംഗ് ആണ്. ഓക്കെ, ഇത് ബബിൾസ് ആയിരിക്കും അല്ലേ ഇതിനകത്ത്? ഇതിന്റെ ഉള്ളിൽ എയർ വോയിഡ്സ് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഈ മെറ്റീരിയൽ കെമിക്കലി ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീനാണ്. അപ്പോൾ അതാണ് അതിന്റെ ടെക്നോളജി. നമുക്ക് ടെക്നോളജിനെ കുറിച്ച് കൂടുതൽ ഡെപ്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷേ കമ്പനി നമുക്ക് തരുന്നത് 30 വർഷം ലൈഫ് തരുന്നുണ്ട്. 120 ഡിഗ്രി മുതൽ -40 ഡിഗ്രി വരെ ഇത് ചൂടിനെ തണുപ്പിനെ കടത്തിവിടുന്നില്ല. അതിന്റെ മുകളിലേക്ക് ചൂട് പോയാലാണ് ഇതിന്റെ ഒരു ഷേപ്പിന് വ്യത്യാസം വരിക. അതിന് വരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. ചില ആളുകളെ ഈ ഒരു ഷീറ്റിനെ
ഈ ഭാഗം താഴേക്കാക്കിയിട്ട് ലൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ അത് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. ഇത് തല തിരിച്ച് ഉപയോഗിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആദ്യം നമുക്ക് വേണ്ടത് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷന് വേണ്ടിയാണ് അലുമിനിയം ഫോയിൽ വരുന്നത്. ഓക്കെ, തിരിച്ചു വെച്ചാൽ നമുക്കൊരു 2 ഡിഗ്രിയുടെ വ്യത്യാസം കാണിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുക അങ്ങനെ തിരിച്ചു വെക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് 2 സൈഡിലും അലുമിനിയം ഫോയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് വരുന്നുണ്ട്. ഓക്കെ, 2 സൈഡിലും അലുമിനിയം ഫോയിൽ വരുന്ന മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത് സിംഗിൾ ആണ്. ഇത് 1 സൈഡ് അലുമിനിയം ഫോയിൽ ആണ്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആണല്ലോ. അലുമിനിയം ഫോയിൽ വരുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടി അഡീഷണൽ വരും. സോ 2 സൈഡിലും അലുമിനിയം ഫോയിൽ വരുന്ന മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അവർക്ക് ലൈറ്റും കിട്ടും, ഈ ചൂടിന്റെ പ്രശ്നം മാറും. നേരെ മറിച്ച് ലൈറ്റിന്റെ പ്രശ്നം ഇല്ല എങ്കിൽ 1 സൈഡ് അലുമിനിയം ഫോയിൽ ആണ് എപ്പോഴും നല്ലത്. കാരണം കോസ്റ്റ് ആണല്ലോ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനദണ്ഡം. ഓക്കെ, ഇത് എത്ര സൈസിലാണ് വരിക? ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ 4 അടിയിലാണ് വരിക. ഇത് ലെങ്ത് ഉണ്ടാവും. നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അവരാദ്യം അതിന്റെ താഴെ അത് വിരിച്ച് 4 മൂലം ടൈറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ മുകളിൽ റൂഫിംഗ് ഷീറ്റ് വെച്ചിട്ട് സ്ക്രൂ അടിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ അത് ടൈറ്റായി റിജിഡായി അവിടെ നിന്നോളും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരിക ഇതിന്റെ സൈസ് ആണല്ലേ, തിക്നെസ്. ഇത് 9 mm തിക്നെസ് ആണ് വരുന്നത്. 9 mm ആണ്. ഓക്കെ, ഇതല്ലാതെ വേറെ ഇതിന്റെ മുകളിലേക്ക് 13 mm ഉണ്ട്, 19 mm ഉണ്ട്, 25 mm ഉണ്ട്. ഇവിടെ സൈസുകൾ ഉണ്ടല്ലോ. ഇത് വേറെയാണോ? അത് സെയിം തന്നെയാണ്. 9 mm ആണ് വരുന്നത്. 13 mm ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടുതൽ തിക്നെസ് ഉണ്ട്. 13 mm ഇതാണ് വരുന്നത്. ഇത് കണ്ടോ, ഷിപ്പ് ലാപ്പ് ആയിട്ടാണ് വരുന്നത്. ഒരെണ്ണം വിരിച്ച് അതിന്റെ അടുത്തേക്ക് നമുക്ക് അടുത്ത് വിരിക്കാവുന്ന രീതിയിൽ ഷിപ്പ് ലാപ്പ് ആയിട്ട് നമുക്ക് ജോയിൻസ് വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗം എല്ലാവർക്കും ക്ലിയർ ആണ്. നമുക്ക് റൂഫിങ്ങിന്റെ അടിയിൽ ഇതിപ്പോ നിങ്ങൾ എവിടെയൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്? നമ്മൾ കൂടുതലും പള്ളികൾ, ഓഡിറ്റോറിയംസ്, അതുപോലെ തന്നെ ഇതിൽ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ പേര് ഇൻസു റിഫ്ലക്ടർ എന്നാണ്. നേരത്തെ ഞാൻ അതിന്റെ ഇത് പറഞ്ഞിരുന്നു. ഇതാണ് ആ മെറ്റീരിയൽ വരുന്നത്. ഇത് എയർ ബബിൾ വിത്ത് അലുമിനിയം ഫോയിൽ. ഇതിന്റെ ലൈഫ് വന്നിട്ട് നമുക്ക് അതിൽ 30 വർഷം പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 5 to 10 years ആണ് ഇതിന്റെ ലൈഫ് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു വർക്ക്ഷോപ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് പൈസ ചെലവാക്കാൻ പറ്റില്ല. ഇത് 4 mm തിക്നെസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു 10-12 രൂപയ്ക്ക് നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ബബിൾസ് ആണല്ലേ വരുന്നത്? അതെ. ഓക്കെ, എയർ ബബിൾസ് ആണ്. എയർ ബബിൾ വിത്ത് അലുമിനിയം ഫോയിൽ ആണ് ഇതിന് പറയാം. 2 സൈഡ് ആണ് അലുമിനിയം. ബോത്ത് സൈഡ് ആണ്. ബോത്ത് സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് 10 to 12 rupees സ്ക്വയർ ഫീറ്റിന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാവുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വരും? അത് നമുക്കൊരു 20 രൂപ കോസ്റ്റ് വരും. 9 mm ആവുമ്പോൾ അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ കോസ്റ്റ് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ പകുതിയോളം ഡിഫറൻസ് ഇതിന് വരും. പകുതി വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിൽ താഴെ ഇരുന്നിട്ട് ചൂട് കാരണം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ മെറ്റീരിയൽ ആയാലും മതി. കാരണം ഒരു റെന്റഡ് പ്രൊമൈസസ് ഒക്കെ ആണെങ്കിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതെ. ഇപ്പൊ പല ബിസിനസ്സുകളും ഇതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഓരോ എന്താ പറയാ വെയർ ഹൗസുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും സൂട്ടബിൾ ഇത് ഇത് ഉപയോഗിക്കാം. കുറച്ചും കൂടി കോസ്റ്റ് ബെയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് XLP-ലേക്കോ അതല്ലെങ്കിൽ അതിന്റെ മോർ തിക്നെസ്സിലേക്കോ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു ഡമ്മി ആണ് അല്ലേ? ഇതൊരു ഡെമോ പീസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വനിതാ വീട് അതുപോലെ തന്നെ എക്സിബിഷനുകൾ വരുമ്പോൾ നമുക്ക് അവിടെ കാണിക്കാനായിട്ട്. കാരണം കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിക്കും ഇത് എങ്ങനെ വിരിക്കാന്ന് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ താഴെ നമ്മുടെ പർലിങ്ങിന്റെ മുകളിലായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏത് തരം റൂഫിംഗ് ആണെങ്കിലും ഇപ്പൊ ഈവൻ നമുക്ക് ഓടിട്ട സ്ഥലമാണെങ്കിലും റൂഫിംഗ് ഇത് ഒരു ടൈൽ റൂഫിംഗ് എന്ന് പറയുന്ന GIയിൽ തന്നെ വരുന്ന റൂഫിംഗ് ഷീറ്റാണിത്. ഓക്കെ, ആ ഒരു മെത്തേഡ് ആണെങ്കിലും നമ്മുടെ നോർമൽ റൂഫിംഗ് ഷീറ്റ് ആണെങ്കിലും എന്തിന്റെ താഴെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂട് ഇവിടെ തട്ടി ഇതിലേക്ക് എത്തുമ്പോഴേക്കും അത് ഈ സർഫേസ് ഇതിനെ റിഫ്ലക്ട് ചെയ്യും. നേരെ മറിച്ച് ഇതിന്റെ താഴെയുള്ള സർഫേസ് അതിനെ കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യും. എത്ര ശതമാനം വരെ ബ്ലോക്ക് ചെയ്യും? ആംബിയന്റ് ടെമ്പറേച്ചർ തരും എന്നാണ് പറയാ. അതായത് തണലുള്ള മരത്തിന്റെ താഴെയുള്ള ടെമ്പറേച്ചറാണ് ആംബിയൻ ടെമ്പറേച്ചർ. ഇപ്പൊ ഇന്ന് ഇവിടെ 35 ഡിഗ്രിയാണ് ആംബിയൻ ടെമ്പറേച്ചർ എങ്കിൽ ആ ടെമ്പറേച്ചർ മാത്രമാണ് ഇതിന്റെ താഴെ നമുക്ക് കിട്ടുള്ളൂ. ഇത് ലൈവായിട്ട് എനിക്ക് ചെക്ക് ചെയ്യാൻ വല്ല അവസരമുണ്ടോ? നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ അടുത്തൊരു ഹോട്ടൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇത് ചെയ്തിട്ടുള്ളത് റൂഫിംഗ് ഷീറ്റ് തന്നെയാണ്. അതിന്റെ താഴെ നമുക്ക് ഈ മെറ്റീരിയൽ വെച്ച് വിരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ലൈവായിട്ട് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഹോട്ടലിൽ ഹീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഹീറ്റ് ഇല്ലാന്ന് തന്നെ പറയണം അല്ലേ? ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റൂഫിംഗ് ഷീറ്റാണ്. ഓടിന്റെ ടൈലിനോട് ചേർച്ചയുള്ള റൂഫിംഗ് ഷീറ്റാണ്. റൂഫിംഗ് ടൈൽ എന്ന് പറയാം. ഓക്കെ, സോ ആ റൂഫിംഗ് ഷീറ്റിന്റെ താഴെ നമുക്ക് ഒട്ടും ചൂടില്ല. തണലുള്ള മരത്തിന്റെ താഴെ എങ്ങനെയാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണലുള്ള മരത്തിന്റെ താഴെ എന്താണോ നമുക്ക് ചൂട് ലഭിക്കുന്നത് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് മഴയുടെ ശബ്ദവും വളരെ കുറവായിരിക്കും. നമുക്ക് റൂഫിംഗ് ഷീറ്റ് ഇടുമ്പോൾ ഏറ്റവും 2 പ്രശ്നമാണ് വരാറ്. ഒന്ന്, നമുക്ക് ചൂടുകാലത്ത് ചൂട് കൂടുതലായിരിക്കും, മഴക്കാലത്ത് മഴയുടെ ശബ്ദം കൂടുതലായിരിക്കും, മഞ്ഞുകാലത്ത് അതിന്റെ താഴെ തുള്ളിയായിട്ട് വെള്ളം വീഴും കണ്ടൻസേഷൻ വഴി. വെള്ളം ലീക്ക് ആവുന്നതല്ല, കണ്ടൻസേഷൻ എന്ന് പറയും. മുകളിലെ ടെമ്പറേച്ചറും താഴത്തെ ടെമ്പറേച്ചറും 2 ആവുമ്പോൾ അതിന്റെ താഴെ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്തിട്ടാണ് ആ കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. നമ്മളിത് സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ കാണാറുള്ള സ്ഥലമുണ്ട്.
നമ്മുടെ ഫ്രിഡ്ജിന്റെ ഒരു 10 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജിന്റെ പുറത്ത് ഒരു വെയർ കോഡ് കൂടിയിട്ട് വെള്ളം നിൽക്കുന്നത് കാണാം. അത് തന്നെയാണ് കണ്ടൻസേഷൻ. കാരണം ഉള്ളിലെ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും തമ്മിൽ വേരിയേഷൻ വരുന്നു. ഇടയ്ക്കുള്ള ഇൻസുലേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ഇതിന് ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കണ്ടൻസേഷൻ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് നമ്മുടെ ഫ്ലോറിലെ ടെമ്പറേച്ചർ എപ്പോഴും കുറഞ്ഞാണ് നിൽക്കുക. നമ്മുടെ വീടിന്റെ ചുമരിനേക്കാളും ഫ്ലോറിലെ ടെമ്പറേച്ചർ എപ്പോഴും തണുത്തിട്ട് കുറഞ്ഞാണ് ഇരിക്കുക. കണ്ടോ, നമ്മുടെ ഫ്ലോറിലെ ടെമ്പറേച്ചർ 33.8 ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റൂഫിംഗ് ഷീറ്റിലെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഫ്ലോറിലെ ടെമ്പറേച്ചറിനായിട്ടും 1 ഡിഗ്രി മാത്രമാണ് റൂഫിംഗ് ഷീറ്റിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചറിന് വ്യത്യാസമുള്ളൂ. 1 ഡിഗ്രി അത് നോർമലി ഉണ്ടാവുന്നതാണ്. കാരണം ഫ്ലോറിൽ എപ്പോഴും തണുത്താണ് ഇരിക്കുക. അത് എപ്പോഴും തണുത്താണ് ഇരിക്കുക. അവിടെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ നോക്കാം. 44.9 45 തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, 45 തന്നെ ഉണ്ട്. അത് അത്രയും ഹീറ്റ് ഉണ്ട് പുറത്ത്. 45 ഡിഗ്രി പുറത്ത് ഹീറ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് 34 ഡിഗ്രി കാണിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ കണ്ടിടത്തോളം ഒരു 10 ഡിഗ്രി നമുക്ക് കുറവുണ്ട്. നേരെ മറിച്ച് നല്ല ഹീറ്റ് വരുമ്പോൾ ഷീറ്റിന്റെ ഹീറ്റ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 60 ഡിഗ്രി 70 ഡിഗ്രിയിലേക്ക് പോവാം. പോകുമ്പോഴും നമുക്കൊരു 40 ഡിഗ്രിയാണ് ആംബിയന്റ് ടെമ്പറേച്ചർ. ആ ആംബിയന്റ് ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് നമുക്ക് കേരളം മൊത്തം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ മൊത്തമായിട്ട് വിരിക്കുന്ന റൂഫിംഗ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്? അതെ 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 അതെ. ഓക്കെ, ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അത് നീറ്റായിട്ട് ചെയ്താൽ താഴെ നോക്കുമ്പോൾ ഒരു ആംബിയൻസ് നമ്മൾ നല്ലൊരു വൃത്തി ഉണ്ടാവും. അതെ അതെ അതെ. ഓക്കെ, ഇത് നമ്മുടെ സുപ്രീമിന്റെ തന്നെ വരുന്നൊരു പ്രൊഡക്റ്റ് ആണ്, ഫ്ലോർ പ്രൊട്ടക്ഷൻ മാറ്റ് എന്ന് പറഞ്ഞിട്ട്. സാധാരണ നമുക്ക് വീട് പണി കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലോറിങ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരിക, പെയിന്റിങ് ബാക്കി ഇന്റീരിയർ വർക്കുകളൊക്കെ വരിക. അപ്പോൾ സാധാരണ വരാറ് നമ്മൾ ഇട്ടുള്ള ടൈലിന് ഡാമേജ് വരാൻ സാധ്യതകളുണ്ട്. ഇത് ഒരു 10 രൂപ പോലും ചെലവ് വരാത്തൊരു മെറ്റീരിയൽ ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വരും? 10 രൂപ പോലും ചെലവ് വരുന്നില്ല. കാരണം നമ്മൾ ഇട്ടിട്ടുള്ള ടൈല് 100, 150, 200, 250 വെച്ച് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള. അപ്പൊ ടൈൽ ഡാമേജ് വരാതിരിക്കാനായിട്ട് ഇത് നമ്മുടെ ടൈലിന്റെ മുകളിൽ വിരിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് വർക്ക് ചെയ്യാൻ അലൗ ചെയ്യുക. അപ്പൊ ടൈലിന് ഒട്ടും ഡാമേജ് വരില്ല. ഇതിന്റെ പേര് ഫ്ലോർ പ്രൊട്ടക്ഷൻ മാറ്റ് എന്നാണ്. ചൂടിനെ തുരത്താൻ ഇതല്ലാതെ ഇനിയുണ്ട് ആൾക്കാർ അല്ലേ? അടുത്ത മെറ്റീരിയൽ ഇതാണ് ഇൻസുബോർഡ് അല്ലേ? യെസ്, ഈ കാണുന്നതാണ് ഇൻസുബോർഡ്. ഇത് 2 തിക്നെസ്സിലാണോ വരുന്നത്? ഇത് 2 തിക്നെസ്സിലല്ല, പല തിക്നെസ്സിൽ വരുന്നുണ്ട്. മിനിമം തിക്നെസ് വരുന്നത് 25 mm ആണ്. ഈ 25 mm മുതൽ നമുക്ക് 100 mm തിക്നെസ്സുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. 100 mm തിക്നെസ് യൂസ് ചെയ്യുന്നത് സുരക്ഷ പോലുള്ള കണ്ടെയ്നർ മാനുഫാക്ചേഴ്സ്, ഫ്രോസൺ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഈ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് അവരുടെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഇത് ഫിക്സ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അവർക്ക് ചൂടോ തണുപ്പോ കടത്തിവിടാത്ത രീതിയിലുള്ള മെറ്റീരിയലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പഫ് പോലുള്ള മെറ്റീരിയലിൽ കണ്ടൻസേഷൻ വരുന്നു. ഈ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് കണ്ടൻസേഷൻ വരുന്നില്ല. ഇതിന്റെ ലൈഫ് വരുന്നത് 60 വർഷമാണ്. 60 വർഷം. ഓക്കെ, സാധാരണ നമ്മൾ എക്സ്ട്രൂഡഡ് പോളിസ്റ്ററൈൻ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. സാധാരണ നമ്മൾ ഏറ്റവും കണ്ടുപരിചയമുള്ള മെറ്റീരിയലാണ് തെർമോക്കോൾ. ഇത് തെർമോക്കോൾ അല്ല, പക്ഷേ ഇതിന്റെ ബേസ് മെറ്റീരിയൽ സെയിം ആണ്. പക്ഷെ പിടിച്ചു നോക്കുമ്പോൾ തെർമോക്കോൾ പോലെ ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ ഇതില് നമുക്ക് തെർമോക്കോൾ എന്ന് പറയുന്നത് അത് പൊട്ടിച്ച് കാണിക്കാൻ പറ്റില്ല. അത് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല. തെർമോക്കോൾ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടൂലോ. ഓക്കെ, ഇത് നമ്മൾ എക്സ്ട്രൂഡഡ് പോളിസ്റ്ററൈൻ ആണ് ഈ മെറ്റീരിയൽ. നമുക്ക് സാധാരണ തെർമോക്കോൾ വരുന്നത് എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോളിസ്റ്ററിന്റെ ബീൻസിനെ വീർപ്പിച്ചിട്ടാണ് നമുക്ക് തെർമോക്കോൾ ഉണ്ടാക്കുന്നത്. അതിന്റെ ആ ബോണ്ടിങ് ചിലപ്പോൾ ഒരു 5 to 10 yearsൽ നമുക്ക് ആ ബോണ്ടിങ് വിട്ടുപോയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവും ബോൾസ് ആയിട്ട് സെപ്പറേറ്റ് ആയി പോകും. പക്ഷെ അത് പിന്നെ ആ ബോൾ നശിച്ചു പോവില്ല. അത് നമുക്ക് എർത്തിന് ഹാമാണ്. നേരെ മറിച്ച് ഈ മെറ്റീരിയൽ ലൈഫ് തന്നെ 60 വർഷമാണ്. അത് കമ്പനി പറയുന്ന സെൽഫ് ലൈഫാണ്, അതിന്റെ മുകളിലേക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ലൈഫ് തന്നെ നമുക്ക് ഇതിന് ലഭിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മളെ ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് ഞാൻ ഇവിടെ കണ്ടിരുന്നു. ഇതൊക്കെ മെറ്റീരിയൽ ഇതൊക്കെ ഇവിടെ ഒരുപാട് ഞാൻ എടുക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. ഇതാ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ 2 സൈസ്. ഇത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനമല്ല, സിമ്പിളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ സൈസ് വരുന്നത് അല്ലേ? ഇത് 50 mm തിക്നെസ് ആണ്. ഒന്ന് കൈവിട്ടോ, ഇത്രേ ഉള്ളൂ വെയിറ്റ് പൊന്തിക്കാനായിട്ട്. ഓക്കെ, ഇത് 25 mm. നമുക്ക് 2 വിരലും കൊണ്ട് പൊന്തിക്കാവുന്നുള്ളൂ. അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ഫയർ റിട്ടാർഡന്റ് ആണ്. ഇത് സ്വയം കത്തി പിടിക്കില്ല. വേറൊരു ഒബ്ജക്റ്റ് താഴെ കത്തിയാൽ ഇത് ഉരുകി കൊടുക്കും. ഇത്രയും സവിശേഷതയുള്ള മെറ്റീരിയലാണ്. നമുക്ക് സാധാരണ വീടിന്റെ താഴെയൊക്കെ റൂഫിംഗ് ഷീറ്റ് ചൂടിൽ നിന്ന് വാർക്കയിൽ നിന്ന് ഭയങ്കരമായിട്ട് ചൂട് താഴത്തേക്ക് വന്നിട്ട് നമുക്ക് വൈകുന്നേരം ഫാനൊന്നും ഇടാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല.
അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ വേറെ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റില്ല സീലിങ്ങിന് വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഫ്ലോറിൽ വാർക്കയിൽ നിന്ന് ചൂട് ഒരുപാട് വരുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ച് സീലിംഗ് ചെയ്താൽ ഒരു കാരണവശാലും ചൂടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, നമുക്ക് ഷീറ്റാണ് യൂസ്ഫുൾ. ഇതാകുമ്പോൾ വീടുകളിൽ പക്ക നമ്മുടെ ജിപ്സം സീലിംഗ് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യും. യെസ്, എക്സാക്ട്ലി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പള്ളികൾ, ഓഡിറ്റോറിയങ്ങൾ, ഇവിടെയും അതുപോലെ തന്നെ റൂഫിംഗ് ഷീറ്റ് ഇടുന്ന പ്രൊമൈസസുകളിൽ അതിനെ അവർ കൺവേർട്ട് ചെയ്തിട്ട് മുകളിൽ ഇൻസുലേഷൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഹോളുകളാക്കുക അല്ലെങ്കിൽ ഓഡിറ്റോറിയംസ് ആക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പള്ളികളും ഓഡിറ്റോറിയങ്ങളും നമ്മൾ റൂഫിംഗ് ഷീറ്റിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പല ഡിസൈനുകളിൽ നമുക്ക് റൂഫിംഗ് ഷീറ്റിന് താഴെ നമുക്ക് ചെയ്യാൻ പറ്റും. മുകളിൽ നിന്ന് എന്തായാലും റൂഫിംഗ് ഷീറ്റ് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ ചെറിയ ഡ്രിപ്പിങ്ങോ ഒക്കെ വരാം, ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 100% വാട്ടർ പ്രൂഫാണ്. വെള്ളം കടത്തി വിടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മുകളിൽ ചേമ്പലയിൽ വെള്ളം കിടക്കുന്ന പോലെ കിടക്കും. ഞാനത് കാണിച്ചു തരാം, എക്സ്പെരിമെന്റ് പോലെ കാണിച്ചു തരാം. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രണ്ട് പ്രത്യേകത ഉള്ളിടത്തോളം കാലം ഇതിന് ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ വേറെ കാര്യം എടുത്ത് പറയണം. നമ്മൾ ജിപ്സം ആണെങ്കിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ജിപ്സം തകർന്ന് വീണു, അത് കുഴഞ്ഞു പോകും, മണ്ണ് പോലെ ആയി പോകും. അതെ, ഇതിന് ആ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തലയിൽ വീണെന്ന് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്താലോ അതിന്റെ. അപ്പൊ ഇതിനകത്ത് വാട്ടർ പ്രൂഫ് ആണ് 100%, 100%. ഇതിന്റെ ഒരു കഷ്ണം എടുത്ത് വെള്ളത്തിൽ ഇത് മുങ്ങി കിടക്കില്ല. അങ്ങനെ എനിക്ക് വേണ്ട, എനിക്ക് ലൈവായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ വെക്കാം. കാരണം നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞാൽ എല്ലാത്തരം സംശയമുള്ള ആളുകളാ. വെള്ളം ഒഴിച്ചോളൂ, ഫുള്ളായിട്ട് ഒഴിച്ചോ. ചേമ്പിലേ പോലെ ഉണ്ടല്ലോ, ഇത് ഇറങ്ങി പോവില്ല. ഇത് താഴത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ, നിങ്ങൾ കാണുന്നതല്ലേ. ഓക്കെ, വെള്ളം അങ്ങ് പോകുന്നു. ഇതാണ് ഇതിന് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ വീടുകളിൽ പുറത്ത് ഉപയോഗിച്ച ചൂട്. ഇത് UV സ്റ്റെബിലൈസർ അല്ല, ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല ഈ മെറ്റീരിയലിന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ മുകളിൽ പ്രൈമർ അടിച്ചതിന് ശേഷം പുട്ടിയിട്ട് പെയിന്റ് അടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ പെയിന്റ് ഡയറക്റ്റ് അടിക്കുന്ന പ്രൈമർ അടിക്കണം. കാരണം പ്രൈമർ എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഏജന്റാണ്. പ്രൈമർ ഇല്ല എങ്കിൽ ഇതിൽ പെയിന്റ് പിടിക്കില്ല. കാരണം ഇത് ഒരു വാട്ടർ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ പെയിന്റ് പിടിക്കില്ല. വാട്ടർ കണ്ടന്റ് ഉള്ള പെയിന്റ് ആയതുകൊണ്ട് ഇത് പിടിക്കാത്തതുകൊണ്ട് ആദ്യം പ്രൈമർ അടിക്കുക. പ്രൈമർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ഏജന്റ് ആണ്. അതിന് മുകളിൽ പുട്ടിയിടാം, 2 കോട്ട് പുട്ടിയിടാം. അത് കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ വീണ്ടും പ്രൈമർ അടിച്ച് അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചാൽ ഇത് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് നേരെ സീലിംഗിൽ ഡയറക്റ്റ് ഉപയോഗിക്കുക. അതുപോലെ ഇനി ഞാനൊരു നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു സജഷൻ പറയാണ്. നിങ്ങൾ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്യാതെ ടെമ്പററി ആയിട്ട് വീടുകൾ ചെയ്യണമെങ്കിൽ ചെറിയ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് പോയിക്കൂടെ? നോ ഇഷ്യൂ, അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം അല്ലേ. പക്ഷേ ഇതിനൊരു പഞ്ചറിങ് നാച്ചർ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വന്നിട്ട് എന്തെങ്കിലും ഡെസ്കോ ബെഞ്ചോ വന്നിട്ട് ഇടിക്കുന്നൊരു സർഫേസ് ആണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം നല്ലത്. കാരണം ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനത്തെ സർഫേസിൽ ഒരു 8 അടിക്ക് മുകളിലേക്കാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഒരു പഞ്ചറിംഗ് നാച്ചർ അതിൽ വരുന്നില്ല. ഓക്കെ, ഇതിന്റെ സൈസ് വരുന്നത് എത്രയാണ്? 8/2 ആണ് നമുക്ക് സൈസ് വരുന്നത്. തിക്നെസ് ഏതൊക്കെ വരുന്നത്? തിക്നെസ് 25 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, 75 ഉണ്ട്, 100 ഉണ്ട്. നമുക്ക് എത്ര തിക്നെസ്സിൽ വേണമെങ്കിൽ തരാം. അത് ഓരോരോ യൂസേജിനനുസരിച്ചാണ്. സാധാരണ ഫോൾ സീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് 25 mm മതി. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ ഒരു വോൾ ഇൻസുലേറ്റ് ചെയ്യണം, ഹെവി ആണ്, ഭയങ്കരമായിട്ട് ചൂട് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് പോകാം. ചില ചില്ലർ യൂണിറ്റുകളൊക്കെ നമുക്ക് വോളിൽ നമുക്ക് ഇൻസുലേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 50 mm-ലേക്കോ 75 mm-ലേക്കോ പോകേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ ഐസ് ഒക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ഐസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുരക്ഷ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ മാനുഫാക്ചേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ വോളിന്റെ ഉള്ളിൽ അവർ 50 മുതൽ 100 mm വരെ, 50 mm വരെ കൊണ്ടുപോയിട്ട് 60 mm കൊണ്ടുപോകുന്നുണ്ട്, 75 mm കൊണ്ടുപോകുന്നുണ്ട്, പല തിക്നെസ്സുകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് ഓരോരോ ടെമ്പറേച്ചറിനനുസരിച്ചാണ്. ഇനി ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? നമുക്ക് ജിപ്സം ബോർഡിനെക്കാട്ടും ഒരു 20 rupees 30 rupees കൂടുതൽ വരും. പക്ഷേ ഇത് ലൈഫ് ടൈം ആണ്, ഒന്നും സംഭവിക്കില്ല. അതെ, ജിപ്സം ലൈഫ് ടൈം അല്ല, അതാണ് എന്റെ പ്രത്യേകത. നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാൻ പറ്റുമോ? യെസ്, ഷുവർ, കത്തിച്ച് നോക്കാം. ഈ വലിയ പീസ് ഏതായാലും വേണ്ട, ഇത് തന്നെ കത്തില്ല, വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ മെറ്റീരിയലിന്റെ കത്തൽ കഴിഞ്ഞാൽ ഇത് തന്നെ കെട്ടുപോകും. അതായത് ഫയർ റിട്ടാർഡന്റ് അല്ലേ? ഫയർ റെസിസ്റ്റന്റ് അല്ല, റിട്ടാർഡന്റ് ആണ്. സ്വയം കത്തില്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഈ പീസ് കത്തിച്ചാലോ? നമുക്ക് കത്തിക്കാം, നോ ഇഷ്യൂ. ഓക്കെ, ഇത് മതി. ഓക്കെ, നമുക്ക് കത്തിക്കാൻ. എന്താ ഫയർ? ഇത് കത്തിക്കാനായിട്ട് എന്തെങ്കിലും? ഇതൊരു കത്തിക്കുന്ന സ്ഥലമല്ല, അതുകൊണ്ടാണ് എല്ലാ ടൂൾസില്ല. എന്താ ഉള്ളത്? കർപ്പൂരം ഉണ്ട് അല്ലേ? നമുക്ക് 1-2 പീസ് മതി, കത്തിച്ച് നോക്കാം. ഇതിൽ വെച്ചിട്ടുണ്ട്, കർപ്പൂരം ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, നിലത്ത് വെച്ചേക്കാം നല്ലത്. അല്ലല്ല, ഇപ്പൊ താഴെ പിടിച്ചോ, ഒട്ടും ചൂടുണ്ടാവില്ല. ഇല്ല, അത് ചൂട് കടത്തി വിടില്ല. മുകളിലേക്കൊന്ന് കാണിച്ചോളൂ.
ഇത് ഇങ്ങനെയാണ് സംഭവിക്കുക. നമുക്ക് ഇവിടെ കൈ വെക്കാം, ഒന്നും സംഭവിക്കില്ല. അതായത് ഇവിടെയുള്ള ചൂടിനെ ഇങ്ങോട്ട് കടത്തി അവൻ ചൂട് ട്രാൻസ്ഫർ ചെയ്യില്ല. ഇപ്പൊ കത്തുന്നത് കർപ്പൂരാണ്, ബോർഡല്ല. ബോർഡ് ഉരുകി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി അപ്പുറത്തെത്തും അല്ലേ? ഇത് ഉരുകി ആ കർപ്പൂരം കത്തി തീരുന്നവരെ കത്തും. കർപ്പൂരം വീണു. അതങ്ങനെ കെട്ടുപോകും. കേട്ടു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഇത് വീടുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീപിടുത്തോ മറ്റോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കാം. അതെ, മരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആർക്കും ആ പേടിയില്ല. പക്ഷെ നമ്മൾ പുതിയ വല്ല മെറ്റീരിയലും വരും. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കട്ടനാണെങ്കിലും എന്ത് മെറ്റീരിയൽ ആണെങ്കിലും അത് FR അല്ല. നേരെ മറിച്ച് സീലിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് FRനെ കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം പോലുള്ള കമ്പനി ഇങ്ങനെ മെറ്റീരിയൽ ഇറക്കുമ്പോൾ കത്ത് പിടിക്കാത്ത മെറ്റീരിയൽ തന്നെ ചെയ്ത്. ഇപ്പൊ കർപ്പൂരം കത്തി തീർന്നു, ആ പ്രശ്നം തീർന്നു. വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് കത്തിയാൽ ഇത് ഉരുകി കൊടുക്കും. നേരെ മറിച്ച് ഇത് സ്വന്തമായിട്ട് നിന്ന് കത്തില്ല. അതെ, ഇതൊരു വിറകല്ല. അതാണ് ഈ വിറകല്ല. ഇതിൽ ചെതല് പിടിക്കില്ല, തുരുമ്പ് പിടിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അതാണ് ഈ മെറ്റീരിയൽ വെയിറ്റ്ലെസ് ആണ്. ഇത് കട്ട് ചെയ്തിട്ട് ഇത് വെള്ളത്തിൽ മുങ്ങി കിടക്കില്ല. 21 ദിവസം ഇതിന്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ട് വെള്ളത്തിൽ താഴെ വെച്ചാൽ ഇതിന് വരാവുന്ന വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 0.003% ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വരുന്ന പറ്റുവെള്ളം മാത്രം, അത്ര അതിന്റെ ഉള്ളിലേക്ക് കയറും. 21 ദിവസം വെള്ളത്തിന്റെ ഇടയിൽ മുക്കിയിട്ടാൽ പോലും. അങ്ങനെ ആകുമ്പോൾ ഇത് എത്ര ഡെൻസിറ്റി ആണ് ഇതിന് വരുന്നത്? ഇതിന് നമുക്ക് 40 kg ഡെൻസിറ്റി വരുന്നുണ്ട്. 40 kg. ഓക്കെ, അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇത് വെയിറ്റ്ലെസ് ആണ്, നമുക്ക് സീലിംഗ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം, സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇതല്ലാതെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും? ഈ രണ്ട് ഞാൻ പറഞ്ഞ ഈ മെറ്റീരിയൽ കൊണ്ട് ഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, AC ഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ സ്ട്രെങ്ത് തന്നെയാണ്. കൂടുതൽ ഹീറ്റ് വരാതെ, തണുപ്പ് വരാതെ നമ്മളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഏരിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ഈ കാര്യങ്ങൾ പറഞ്ഞത് തന്നതിന്. കാരണം പലർക്കും അറിയാത്ത മെറ്റീരിയലാണ് ഇത് അല്ലേ? പലരും തെറ്റിദ്ധരിച്ച തെർമോകോൾ പോലുള്ള മെറ്റീരിയലാണോ, അതല്ലെങ്കിൽ ഇത് ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണോ? നമ്മുടെ ഇൻസു ഷീറ്റൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, അതാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതുമല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓൾ കേരള നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.